നമസ്കാരം, ഗുഡ് മോർണിംഗ്. ന്യൂസ് 8ന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു നല്ല രാവിലെയിലേക്ക് സ്വാഗതം. പുതിയൊരു വാർത്താ ദിനം നമ്മൾ ഇവിടെ തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാ ദിവസവും പറയുന്നത് പോലെ തന്നെ സജീവമായ ഒരു വാർത്താ ദിനത്തിലേക്കാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നത്. വെറുതെ പറയുന്നതല്ല, ഒരുപാട് പ്രധാനപ്പെട്ട വാർത്തകൾ, സംഭവ വികാസങ്ങളെല്ലാം പ്രേക്ഷകരെ കാത്തിരിക്കുന്ന ഒരു വാർത്താ ദിനം തന്നെയാണ് ഇന്ന്. അപ്പോൾ നമുക്ക് ഐശ്വര്യമായി തന്നെ തുടങ്ങാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മൾ രാവിലെ ആരംഭിക്കുകയാണ്. അപ്പോൾ പതിവ് പോലെ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ള സാധാരണക്കാരായ മനുഷ്യരുടെ അവരുടെ ജീവിത പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ചെറിയ ചെറിയ വിശേഷങ്ങൾ, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഒക്കെ നിറഞ്ഞ നാട്ടിലെന്തുണ്ട്. ഒരു കുടുംബത്തിന്റെ ഒരു വലിയ ദുരിതത്തിന്റെ വാർത്തയുമായിട്ടാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. കാറ്റും മഴയും ഒക്കെ ഇങ്ങനെ ശക്തമാകുമ്പോൾ പ്ലാസ്റ്റിക് ഷെഡിൽ ആശങ്കയോടെ കഴിയുന്ന ഒരു കുടുംബമുണ്ട് അങ്ങ് ഇടുക്കിയിൽ. കഞ്ഞിക്കുഴി മൈലപ്പുഴയിലാണ് വയോധികയും രോഗിയായ മകനും സുരക്ഷിതമായ ഒരു വീടിനായി വില്ലേജിലും പഞ്ചായത്തിലും വർഷങ്ങളോളം കയറിയിറങ്ങിയത്. പക്ഷേ ഇത്തരത്തിൽ വർഷങ്ങളോളം കയറിയിറങ്ങിയിട്ടും അവരുടെ ഒരു ആഗ്രഹം, സ്വപ്നം എന്ന് പറയുന്നത് ശരിയല്ല. അവരുടെ ഏറ്റവും അത്യാവശ്യമായ, ചോർന്നൊലിക്കാത്ത സുരക്ഷിതമായ ഒരു കൂര എന്ന ആ ഒരു അത്യാവശ്യം, അങ്ങനെ തന്നെ പറയണം, ഞാൻ ആഗ്രഹം എന്നാണ് പറയാൻ വന്നത്. ആ ഒരു അത്യാവശ്യത്തിന് ഇനിയും വഴി തെളിഞ്ഞിട്ടില്ല എന്നതാണ് സാഹചര്യം. റിപ്പോർട്ട് കാണാം. ചെറിയൊരു ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് പോലും ലക്ഷങ്ങൾ ചെലവാക്കുന്ന കാലത്താണ് തലചായ്ക്കാൻ ഒരു വീടിനായി പണം അനുവദിക്കാനാകില്ലെന്ന നിലപാട് അധികൃതർ ഈ നിർധന കുടുംബത്തോടെടുത്തത്. ഇടുക്കി കഞ്ഞിക്കുഴി മൈലപ്പുഴയിലെ ബ്രിജിറ്റ എന്ന വയോധികയുടെ കുടുംബം ഒരു വീടിനായി കയറിയിറങ്ങാത്ത ഇടമില്ല. 87 വയസ്സുള്ള ബ്രിജിറ്റയും രോഗിയായ മകനും ഉൾപ്പെടുന്ന കുടുംബം 7 സെന്റിലെ ഈ പ്ലാസ്റ്റിക് ഷെഡിലാണ് താമസിക്കുന്നത്. ഒരുപാട് അപേക്ഷകൾ വെച്ചു. പഞ്ചായത്തിലും പല സ്ഥലത്തുമായിട്ട് പലവരോടും പറഞ്ഞു, മെമ്പറോട് രായും പൗലും പറഞ്ഞു തരാമെന്ന് പറയും, അല്ലാതെ ഇതുവരെയും കിട്ടിയില്ല. എൻ്റെ ഭർത്താവ് തീരെ സുഖമില്ലാത്ത, അറ്റാക്ക് 3 വട്ടം വന്നു, ഷോക്ക് വന്നു, അൾസർ പൊട്ടി, ഓപ്പറേഷൻ അതെല്ലാം ചെയ്തു. ഇപ്പോൾ ഞങ്ങൾക്ക് കഞ്ഞിക്ക് ഇല്ലെന്ന് പറയാൻ പറ്റില്ല, തൊഴിലുറപ്പുണ്ട്, റേഷനരി ഫ്രീ കിട്ടുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്. വേറെ ഒരു വഴിയില്ല. തൊഴിലുറപ്പും ഇല്ലെങ്കിൽ 10 രൂപ കിട്ടാനില്ല, അത് മാസം 2 മാസം കൂടുമ്പോൾ അതിൻ്റെ പൈസ വരുന്നത്. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. കഞ്ഞിക്കുഴി പഞ്ചായത്തിലും കഞ്ഞിക്കുഴി വില്ലേജിലും ജില്ലാ കളക്ടർക്കുമെല്ലാം നിരവധി അപേക്ഷകൾ നൽകി. പക്ഷേ വീട് ലഭിച്ചില്ല. ഹൃദ്രോഗിയായ മകനും ഭാര്യയും ബ്രിജിറ്റയുമാണുള്ളത്. രോഗിയായ മകന് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. അതിനാൽ ഭാര്യ തൊഴിലുറപ്പ് ജോലിക്ക് പോയി വരുമാനം കണ്ടെത്തുന്നു. നിത്യച്ചെലവുകളും മരുന്നുമെല്ലാം ഈ തുകയിൽ നിന്ന് കണ്ടെത്തണം. കാറ്റും മഴയും ശക്തമാകുന്നതോടെ കടുത്ത ആശങ്കയിലാണ് ഈ കുടുംബം പ്ലാസ്റ്റിക് ഷെഡിൽ കഴിയുന്നത്. രാത്രി ഇഴജന്തുക്കളുടെ ശല്യവുമുണ്ട്. അധികൃതർ ഇടപെട്ട് സുരക്ഷിതമായ ഒരു വീട് അനുവദിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. ഇതാണ് കുടുംബത്തിന്റെ ദുരവസ്ഥ. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, അതിദരിദ്രരെ കണ്ടെത്തി അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാനും അതോടൊപ്പം വീടില്ലാത്ത ആളുകളെ കണ്ടെത്തി വീട് നിർമ്മിച്ച് നൽകാനും ഒക്കെ വിവിധ പദ്ധതികൾ സജീവമായി ഉള്ള കാലമാണ്. അപ്പോൾ ലൈഫ് പദ്ധതി അടക്കം സജീവമായി നടക്കുന്ന സമയമാണ്. അപ്പോൾ ബന്ധപ്പെട്ട അധികൃതർ, അവരുടെ പഞ്ചായത്തിൽ തന്നെയുള്ള ബന്ധപ്പെട്ട അധികൃതർക്ക് എത്രയും പെട്ടെന്ന് ഇടപെട്ട് അവരുടെ ഒരു അത്യാവശ്യം, അത് ആ വീടെന്ന് പറയുന്ന ആ ഒരു അത്യാവശ്യം അത് നടപ്പാക്കി കൊടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കാസർഗോഡ് കയ്യൂർ ക്ലായിക്കോട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുംകളിയാട്ടത്തിന് മുന്നോടിയായുള്ള നെൽകൃഷിക്ക് തുടക്കമായി. പെരുംകളിയാട്ടം വിഭവ സമാഹരണ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നെൽകൃഷി ആരംഭിച്ചത്. അടുത്ത ഫെബ്രുവരിയിലാണ് പെരുംകളിയാട്ടം. അതിനു മുന്നോടിയായാണ് നെൽകൃഷി. ക്ലായിക്കോട് പാടശേഖരത്തിലെ 1 ഏക്കർ വയലിലാണ് പെരുംകളിയാട്ടം വിഭവ സമാഹരണ കമ്മിറ്റി നെൽകൃഷി ചെയ്യുന്നത്. പരമാവധി വിഭവങ്ങൾ സ്വന്തം നിലയിൽ പെരുംകളിയാട്ട കലവറയിൽ എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് കമ്മിറ്റി ഏറ്റെടുത്തിരിക്കുന്നത്. മുച്ചിലോട്ടുകാവിലെ വിശേഷപ്പെട്ട പ്രസാദമായ കായക്കഞ്ഞിക്കായുള്ള ഉണക്കലരിയാണ് വയലിൽ വിളയുക. കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AG അജിത് കുമാർ നടിയൽ ഉത്സവം ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ NV രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ചീമേനി കൃഷി ഓഫീസർ T അംബുജാക്ഷൻ വിശിഷ്ട അതിഥിയായി. ക്ഷേത്രം ആചാരസ്ഥാനികൾ, മാതൃസമിതി അംഗങ്ങൾ, ആഘോഷ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 കയ്യൂർ. പാലക്കാട് വല്ലപ്പുഴ സ്നേഹഭവനം ബഡ് സ്കൂളിന് ഇനി സ്വന്തം വാഹനം. MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 21 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് വാഹനം ലഭ്യമാക്കിയത്. പാലക്കാട് ജില്ലയിലെ തന്നെ വലിയ ബഡ്സ് സ്കൂളാണ് വല്ലപ്പുഴയിലേത്. അതുകൊണ്ട് തന്നെ നിരവധി പേർ ബഡ്സ് സ്നേഹഭവനത്തെ ആശ്രയിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് വല്ലപ്പുഴ സ്നേഹഭവനത്തിലെ കുട്ടികൾക്ക് യാത്ര ചെയ്യാൻ സ്വന്തം വാഹനം ലഭ്യമാക്കിയത്.
MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 20,70,70,000 രൂപ ചെലവിട്ടാണ് മുഹമ്മദ് മുഹസിൻ MLA ബസ് നൽകിയത്. നിലവിൽ ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികളെ സ്കൂളിലെത്തിക്കാൻ രക്ഷിതാക്കൾക്ക് ഓട്ടോറിക്ഷയെയും മറ്റ് സ്വകാര്യ വാഹനങ്ങളെയും ആശ്രയിക്കേണ്ടി വരുന്നു. സ്വന്തമായ വാഹനം ലഭ്യമായത് രക്ഷിതാക്കൾക്ക് വലിയ ആശ്വാസമാകും. ന്യൂസ് 18 വല്ലപ്പുഴ. ഏത് സമയവും നിലം പൊത്താവുന്ന ഒരു നഗരസഭാ കെട്ടിടത്തിൽ ഭീമമായ തുക വാടക കൊടുത്ത് ഇപ്പോഴും കടകൾ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്ന ഒരു കൂട്ടം വ്യാപാരികളുണ്ട് പുനലൂരിൽ. പുനലൂർ TB ജംഗ്ഷനിലെ ഈ 4 നില കെട്ടിടമാണ് ഏത് സമയവും നിലം പൊത്താവുന്ന അവസ്ഥയിലുള്ളത്. റിപ്പോർട്ട് കാണാം. കോട്ടയത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടം തകർന്ന പശ്ചാത്തലത്തിൽ ജനങ്ങളിൽ ആശങ്ക വളർത്തുകയാണ് ഈ കെട്ടിടവും. ആൽമരത്തിന്റെ തൈകൾ വളർന്ന് ഭിത്തികൾ വിണ്ടുകീറിയ ഈ കെട്ടിടത്തിന്റെ പ്രധാന തൂണുകളും ദ്രവിച്ചു കഴിഞ്ഞു. കോൺക്രീറ്റ് പാളികൾ ഇളകി വീണ് ദ്രവിച്ച കമ്പികൾ വെളിയിൽ കാണാം. എന്നാൽ അധികൃതർ മാത്രം ഇവയൊന്നും ഇതുവരെയും കണ്ടിട്ടില്ല. നൂറുകണക്കിന് വ്യാപാര സ്ഥാപനങ്ങൾ അടക്കം പ്രവർത്തിക്കുന്ന ഈ കെട്ടിടങ്ങൾ ഏതാണ്ട് നിലം പൊത്താറായ അവസ്ഥയിലാണെന്ന് നിരവധി തവണ അധികാരികൾ തന്നെ വിലയിരുത്തിയിട്ടുള്ള ഈ കെട്ടിടം അടിയന്തരമായി പൊളിച്ചു നീക്കിയില്ല എങ്കിൽ വരും ദിവസങ്ങളിലെ പത്രങ്ങളിൽ ഒരു തീരാ ദുഃഖമായി, പുനലൂരുകാരുടെ ഒരു വലിയ ദുഃഖമായി, ചിലപ്പം ഈ പറയുന്ന കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള വാർത്തകൾ പോലെ മരണസംഖ്യ 1ലോ 10ലോ അവസാനിക്കാത്ത ഒരു അവസ്ഥയിലേക്ക്, നൂറുകണക്കിന് വരുന്ന മരണസംഖ്യ ഉണ്ടാവുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാതെ ഈ പറയുന്ന സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷം നടപടിയെടുക്കുന്നതിന് മുമ്പായി ഇത് അടിയന്തരമായി തന്നെ ഇത്തരം വ്യാപാര സ്ഥാപനങ്ങളുള്ള ആൾക്കാരെ ഒഴിപ്പിച്ച് മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ അധികാരികൾ കൈക്കൊള്ളണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. 4 പതിറ്റാണ്ട് മുമ്പ് കല്ലടയാറിന്റെ തീരത്ത് നിർമ്മിച്ച കെട്ടിടമാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. നെഹ്റു ബിൽഡിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ കെട്ടിടത്തിൽ 40 മുറികളാണ് ഉള്ളത്. 1.5 പതിറ്റാണ്ടിനിടെ പുനരുദ്ധരിക്കുകയോ അറ്റകുറ്റപ്പണികൾ നടത്തുകയോ ചെയ്തിട്ടില്ല. സർക്കാർ സ്ഥാപനങ്ങളായ ആയുർവേദ ആശുപത്രിയും താലൂക്ക് ലോട്ടറി ഓഫീസും ഏതാനും പാർട്ടി ഓഫീസുകളും നിരവധി സ്വകാര്യ സ്ഥാപനങ്ങളും ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. കെട്ടിടത്തിന്റെ അപകടാവസ്ഥയിൽ ഭയന്ന ചിലർ സ്ഥാപനങ്ങൾ ഉപേക്ഷിച്ച് ഒഴിഞ്ഞു പോയിരുന്നു. ഭിത്തികൾ പൊട്ടിപ്പൊളിഞ്ഞ് കാടുമൂടി അപകടാവസ്ഥയിലായ കെട്ടിടത്തിൽ അറ്റകുറ്റപ്പണി ചെയ്താൽ ആ പണവും പാഴാകും. അടിയന്തരമായി പുതിയ പദ്ധതി തയ്യാറാക്കി പുതിയ കെട്ടിടം തന്നെ ഇവിടെ നിർമ്മിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ന്യൂസ് 18 പുനലൂർ. അടിയന്തരമായി ഇടപെടേണ്ട ഒരു വിഷയമാണ്. എത്രത്തോളം അപകടാവസ്ഥയിലാണ് ആ കെട്ടിടം നിലവിൽ ഉള്ളത് എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ എല്ലാവർക്കും വ്യക്തമാകുന്ന കാര്യവുമാണ്. പാലക്കാട് ടൗൺ ബസ് സ്റ്റാൻഡിലെ എസ്കലേറ്റർ നിശ്ചലമായതിൽ ചെരുപ്പുമാല പ്രതിഷേധവുമായി കോൺഗ്രസ്. നഗരസഭാ ചെയർപേഴ്സന്റെയും വൈസ് ചെയർമാന്റെയും കോലത്തിൽ ചെരുപ്പുമാല അണിഞ്ഞായിരുന്നു പ്രതിഷേധം. പാലക്കാട് TB റോഡിൽ നിന്ന് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡിനെയും GB റോഡിനെയും ബന്ധിപ്പിക്കുന്ന യന്ത്രപ്പടി മാസങ്ങളായി നിശ്ചലമായിട്ട്. നഗരസഭാ ചെയർപേഴ്സന്റെയും വൈസ് ചെയർമാന്റെയും കോലത്തിൽ ചെരുപ്പുമാല അണിയിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. സമരം DCC ജനറൽ സെക്രട്ടറി V രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധത്തിന്റെ ഭാഗമായി കോൺഗ്രസ് പ്രവർത്തകർ ഗോവണിയിൽ കൊടിനാട്ടി. ഇവിടെ റെയിൽവേ ഗേറ്റ് മാത്രമായിരുന്ന സമയത്ത് ആ സമയത്ത് പോലും ഇവിടെ വെള്ളം കയറുകയും മഴക്കാലത്ത് ആ ഗേറ്റ് തുറന്നാൽ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ കടക്കുന്നതിന് പോലും വിഷമങ്ങൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഈ മുനിസിപ്പാലിറ്റിക്ക് അറിയാം. കാരണം ഇവരാരും ആകാശത്തു നിന്ന് പുതുതായിട്ട് വന്നവരൊന്നുമല്ലല്ലോ. ഈ മുനിസിപ്പാലിറ്റിയിൽ ഇതേ പാതയിലൂടെ തന്നെ അങ്ങനെ നടന്നവരല്ലേ. അങ്ങനെയാണെങ്കിൽ അതനുസരിച്ച് അതിന് വേണ്ടുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടിയിരുന്നു. ഇപ്പൊ പറയുന്നു വെള്ളം പമ്പ് ചെയ്ത് കളയാൻ. ഇനി ഒരു പമ്പുകാരെ വെക്കണം, എങ്കിൽ അതിനൊരു ആളെ വെക്കണം, എങ്കിൽ മാത്രമേ ഇത് നടക്കൂ എന്ന് പറഞ്ഞാൽ ഇതൊന്നും മുൻകൂട്ടി കാണാൻ കഴിവില്ലാത്ത കഴിവുകെട്ടവരായിരുന്നുവോ ഈ ഭരണസമിതി എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. പാലക്കാട് നഗരസഭ 6 കോടി രൂപ ചെലവാക്കി പണിത യന്ത്രഗോവണി മാസങ്ങളായി ചവിട്ടുപടിയായാണ് പ്രവർത്തിക്കുന്നത്. ന്യൂസ് 18 പാലക്കാട്. പാലക്കാട് അട്ടപ്പാടി തെങ്കരയിൽ KSRTC ബസ് റോഡിലെ കുഴിയിലെ ചെളിയിൽ താഴ്ന്നു. ബസ്സിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു. ബസ്സിൽ നിന്നും ആളുകളെ ഇറക്കുന്ന സമയത്ത് യാത്രക്കാരി ചെളിയിൽ വീണ് തലയ്ക്ക് പരുക്കേറ്റു. കാലങ്ങളായി ഇവിടെ റോഡ് തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ചെളി നിറഞ്ഞ പാതയിൽ ഇരുചക്ര വാഹന യാത്രക്കാരാണ് ഏറെയും അപകടത്തിൽപ്പെടുന്നത്. മേൽപ്പാല നിർമ്മാണത്തിനായി പാലക്കാട് ഗുരുവായൂർ സംസ്ഥാന പാതയിലെ വാടാനംകുറിശി റോഡ് അടച്ചിടുന്നത് യാത്രാ ദുരിതം സൃഷ്ടിക്കും.
ഇത്തവണ 10 ദിവസമാണ് റോഡ് അടച്ചിടുന്നത്. വിദ്യാർത്ഥികൾക്കുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ എത്തിപ്പെടാൻ കാലതാമസം ഉണ്ടാകും. വാടാനംകുറിശി റെയിൽ മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിനായാണ് ഇപ്രാവശ്യം 10 ദിവസം റോഡ് പൂർണ്ണമായും അടച്ചിടുന്നത്. 20-ാം തീയതി വരെയാണ് വാടാനംകുറിശി റെയിൽ ക്രോസിംഗ് ഭാഗത്തു കൂടിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചത്. മേൽപ്പാലത്തിന്റെ അപ്രോച്ച് റോഡ്, റീറ്റെയിലിംഗ് വാളിന്റെ നിർമ്മാണത്തിനും സർവീസ് റോഡ് നിർമ്മാണത്തിനുമായാണ് റോഡ് അടയ്ക്കുന്നത്. ഇത് വിദ്യാർത്ഥികളുടെ യാത്ര ദുരിതത്തിലാക്കും. വാടാനംകുറിശി, പട്ടാമ്പി ഭാഗത്തുള്ള സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും നിരവധി വിദ്യാർത്ഥികൾ എത്താറുണ്ട്. ഈ ഭാഗങ്ങളിലേക്ക് പൊതുഗതാഗതത്തെ ആശ്രയിച്ച് ജോലിക്ക് പോകുന്നവരും പ്രതിസന്ധിയിലാകും. കനത്ത മഴയുള്ള സാഹചര്യത്തിൽ കിലോമീറ്ററുകളോളം നടക്കുക എന്നതും ദുഷ്കരമാണ്. കാലവർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ മധ്യവേനൽ അവധിക്കാലത്ത് ഈ പ്രവർത്തികൾ നടത്താൻ തയ്യാറായിരുന്നുവെങ്കിൽ ഇത്ര ദുരിതം അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. എങ്ങനെ പണി തീരുന്നില്ല, അതിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. ഇതിൽ കൂടെ യാത്ര ചെയ്യാറുണ്ട്. നമ്മൾ ബൈക്കായിട്ട് പോകുമ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ലല്ലോ. മറ്റുള്ള വാഹനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എപ്പോഴും ട്രാഫിക് ജാമാണ്. റെയിൽവേ ഗേറ്റ് അടച്ചിട്ടാൽ പറയും വേണ്ട, അത്രയും ട്രാഫിക് ജാമാണ് ഇവിടെ. സ്കൂളിലേക്ക് പോകണവും ജോലിക്ക് പോകണമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 10-20 കിലോമീറ്റർ വളഞ്ഞ് ബസ്സൊക്കെ പിടിച്ച് പോകുമ്പോഴത്തേനും സമയം എങ്ങനെയെന്ന് അറിയില്ല, എത്തുമോ എപ്പോൾ എങ്ങനെയെന്ന് അറിയില്ല. വീട്ടിലെത്താൻ കുട്ടികൾ വഴുകുന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ബുദ്ധിമുട്ടാണ് രക്ഷിതാക്കൾക്കൊക്കെ. 2 ആഴ്ച മുമ്പാണ് ഗതാഗതം നിരോധിച്ചുകൊണ്ട് ഒരു ഭാഗത്തെ സർവീസ് റോഡ് നവീകരിച്ചത്. കനത്ത മഴയിൽ വഴി കുഴിയായി മാറി, തകർച്ച ഇരട്ടിയാവുകയും ചെയ്തു. ഇതിനോടകം തന്നെ നിരവധി അപകടങ്ങൾ സംഭവിച്ചു. അപ്പോൾ അവിടെ എത്തുമ്പോൾ തന്നെ 1:15 12:30 എത്തുന്ന ബസ്സാണ് പട്ടാമ്പി. ഇനിയിപ്പോൾ കാലി പോയിട്ട് കുളപ്പള്ളിയിൽ നിന്ന് പോകാൻ പറ്റുമോ നോക്കുകയാണ്. ഈ ടൈമിംഗ് ഭയങ്കര വിഷയമാണല്ലേ? ടൈമിങ്ങിൻ്റെ പ്രശ്നം ആകെ വിഷയമാണ്. നാളെ മുതൽ അടച്ചിടാൻ പോവാണല്ലോ. നാളെ മുതൽ ഇവർ അടച്ച് 20-ാം തീയതി വരെ അടയ്ക്കാന്ന് പറഞ്ഞു കേട്ടു. എന്തായാലും എത്രയും പെട്ടെന്ന് ശരിയായി അത്രയും ബുദ്ധിമുട്ട് ഒഴിവാക്കായിരുന്നു. ഇപ്പോൾ അതാ ഭക്ഷണം കഴിച്ചില്ല. ഏറ്റവും സത്യം അതാണ്. 10-20 കയറിയിരുന്ന മനുഷ്യന്റെ ദുരിതം കാണാൻ കണ്ണുണ്ടാകണം എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 പാലക്കാട്. പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ MLAക്കെതിരെ വലിയ പ്രതിഷേധവും വിമർശനവും ഒക്കെ ഉന്നയിക്കുകയാണ് കോൺഗ്രസ്. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന തരത്തിലുള്ള പെരുമാറ്റമാണ് MLAക്ക് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. പട്ടാമ്പിയിലെ റോഡ് തകർന്നതിൽ ഉദ്യോഗസ്ഥരോട് മുഹമ്മദ് മുഹസിൻ MLA ധാർഷ്ട്യത്തോടെ പെരുമാറി എന്നാണ് ആരോപണം. ഈ മഴക്കാലത്തിന് മുമ്പ് നമ്മൾ ടൗൺ നന്നാക്കാൻ കഴിയാതെ പോയത് KSEBയുടെ പോസ്റ്റ് മാറ്റലും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് മാറ്റലും രണ്ടും ഡിലേ ആയിട്ടല്ലേ അല്ലേ? എന്തുകൊണ്ടാണ് അതിപ്പോഴും കംപ്ലീറ്റ് ചെയ്യാത്തത്? അലക്സ് വരെയുള്ളത് ചെയ്യാലോ, പിന്നെയും നീട്ടിക്കൊണ്ടുപോകുന്നതിന്റെ കാരണം എന്താ? ഒറ്റ ദിവസം എന്ന് പറഞ്ഞാൽ കുറെ ദിവസമായിട്ട് നിങ്ങൾ ചോദിക്കുന്നതാണ്. പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗത്തിൽ മുഹമ്മദ് മുഹസിൻ MLA നടത്തിയ പരാമർശങ്ങൾക്കെതിരെയാണ് കോൺഗ്രസ് രംഗത്ത് വന്നത്. നികുതിയടച്ചോടുന്ന വാഹന ഉടമകളോടും പൊതുജനങ്ങളോടും വ്യാപാരികളോടുമുള്ള വെല്ലുവിളിയാണ് MLA നടത്തിയതെന്ന് നഗരസഭാ കൗൺസിൽ KR നാരായണസ്വാമി പറഞ്ഞു. ഒച്ചിന്റെ വേഗത്തിലാണ് റോഡ് പണി നടക്കുന്നത്. KSEBയുടെ പോസ്റ്റ് മാറ്റാതെയും പൈപ്പ് ലൈൻ ഇടാതെയും കിടക്കുന്നത് MLA ഇപ്പോൾ മാത്രം അറിഞ്ഞ മട്ടാണ്. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന രീതിയിലാണ് MLA സംസാരിച്ചതെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. അപ്പൊ MLA പറയുന്നത് അങ്ങാടി തോറ്റാൽ അമ്മയോട് എന്ന് പറയുന്നത് മാതിരി ഈ KSEBയും വാട്ടർ അതോറിറ്റിയും എന്താ കേരള സർക്കാരിന്റെ കീഴിലല്ലേ? MLAയുടെ പരിധിയിൽപ്പെട്ട സ്ഥാപനങ്ങളല്ലേ? താലൂക്ക് വികസനസമിതി ഇതിന് മുമ്പ് ഒരു കൊല്ലം കൂടിയ താലൂക്ക് വികസനസമിതിയിലും ഈ പണി ഒച്ച വീഴുന്ന വേഗത്തിൽ പോയതിനെ കുറിച്ച് വിമർശനം ഉണ്ടായതാണ്. അപ്പൊ ഈ മഴക്കാലം മഴ നിന്ന് ഇപ്പൊ ജനങ്ങളാകെ ആവശ്യപ്പെട്ട ഒറ്റ കാര്യം ഈ റോഡിന്റെ കുഴിയൊന്ന് അടച്ചു വൃത്തിയാക്കാറ്. തൊട്ടപ്പുറത്തുള്ള നിയോജകമണ്ഡലത്തിൽ ഇപ്പുറത്തുള്ളവർക്കൊക്കെ റോഡ് പണി പദ്ധതി വെച്ചോർത്ത് താൽക്കാലികമായിട്ട് റോഡിന്റെ പണി നടക്കുന്നവരെ കുഴി നികത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് PWD ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു പറഞ്ഞ് ആ കുഴി നികത്താൻ MLA താല്പര്യം കാണിക്കില്ല എന്നുള്ളത്. പട്ടാമ്പിയിലെ ഈ തകർന്ന റോഡ് കാരണം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാൽനട യാത്രക്കാർ, ഇരുചക്ര വാഹനത്തിൻ്റെ ആളുകളാണ്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, അതുപോലെ നടന്നു പോകുന്ന ആളുകൾ, വയസ്സായവർ, വൃദ്ധരായിട്ടുള്ള ആളുകൾ എല്ലാവരും നടന്നു പോകുമ്പോഴേക്ക് ഒരു വണ്ടി വന്ന് മാറി നിൽക്കാനുള്ള സ്ഥലം നമുക്ക് ശരിക്കും സൈഡിലില്ല. മണ്ണുകളെ കൂമ്പാരമാണ്, അതുപോലെ ചളിവെള്ളവും. അപ്പോൾ അതുകൊണ്ട് MLA വളരെ അടിയന്തരമായി ഈ റോഡ് ഗതാഗത യോഗ്യമാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പറയാനുള്ളത്. റോഡ് തകർച്ചയും കുഴിയും വെള്ളക്കെട്ടും കാരണം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനട യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസം ആരംഭിച്ച റോഡ് നിർമ്മാണ ജോലികൾ മണിക്കൂറുകൾക്കകം തന്നെ നിലച്ചു. കനത്ത മഴ പെയ്താൽ അടച്ച കുഴികൾ വീണ്ടും പഴയപടിയാകുമെന്ന സ്ഥിതിയുമുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. കൊല്ലം
പുനലൂരിൽ കോടതിയായി പ്രവർത്തിച്ച കെട്ടിടം ഇന്ന് തെരുവു നായ്ക്കളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും ഇഴജന്തുക്കളുടെയും താവളമാണ്. നിരവധി സർക്കാർ സ്ഥാപനങ്ങൾ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് സ്വന്തമായുള്ള ബഹുനില മന്ദിരം കാടുകയറി ഇങ്ങനെ നശിക്കുന്നത്. പുനലൂർ സിവിൽ സ്റ്റേഷനോട് ചേർന്നുള്ള ഇരുനില കെട്ടിടം പുനലൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി, സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി, വനം കോടതി എന്നിവ പ്രവർത്തിച്ചിരുന്നത് ഈ കെട്ടിടത്തിലാണ്. പുനലൂരിൽ വിവിധയിടങ്ങളിലായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കോടതി സമുച്ചയങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ കെ രാജു വനം മന്ത്രിയായിരുന്നപ്പോഴാണ് പ്രത്യേക ഫണ്ട് അനുവദിച്ച് ചമ്മന്തൂരിലേക്ക് മാറ്റിയത്. 4 വർഷമായി കോടതി പ്രവർത്തിച്ചിരുന്ന പഴയ കെട്ടിടത്തിന്റെ സ്ഥിതി ഇതാണ്. ഇരുട്ട് വീണാൽ മദ്യപന്മാരും സാമൂഹ്യ വിരുദ്ധരും ഇവിടെ തമ്പടിക്കുന്നതും പതിവാണ്. കെട്ടിടം പൂർണ്ണമായും കാട് കയറി ഭിത്തികൾ പൊട്ടിപ്പൊളിഞ്ഞ് നാശത്തിന്റെ വക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സാമൂഹ്യ വിരുദ്ധരുടെ ഒരു താമസ സ്ഥലമായി അത് മാറിയിരിക്കുകയാണ്. അടിയന്തരമായി നിയമവകുപ്പിന്റെ അധീനതയിലുള്ള ഈ കെട്ടിടം ഏറ്റെടുത്ത് ഇവിടെ ഏതെങ്കിലും വാടക കെട്ടിടത്തിൽ, ഈ പുനലൂരിനെ സംബന്ധിച്ച് നിരവധി ഓഫീസുകൾ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. പുനലൂരിലെ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ വാടക കെട്ടിടത്തിൽ ഇടുങ്ങിയ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഓഫീസുകൾ അവിടേക്ക് മാറ്റി സ്ഥാപിച്ചാൽ ആ കെട്ടിടത്തെ സംരക്ഷിക്കാൻ കഴിയും. അതുകൊണ്ട് മുനിസിപ്പാലിറ്റിയും സർക്കാരും ഇടപെട്ടുകൊണ്ട് ഈ നിയമവകുപ്പിന്റെ അധീനതയിലുള്ള ഈ കെട്ടിടം ഏറ്റെടുത്ത് ഏതെങ്കിലും വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന 2 or 3 ഓഫീസുകൾ ചേർത്ത് അവിടെ പ്രവർത്തിച്ചാൽ ഇവിടെ കാട് വളർന്നു നിൽക്കുന്നത്. നഗരസഭയോ MLAയോ പ്രത്യേക ഫണ്ട് ഉപയോഗിച്ച് കെട്ടിടം നവീകരിച്ച് ഏതെങ്കിലും സർക്കാർ സ്ഥാപനത്തിന് പ്രവർത്തിക്കുവാൻ നൽകിയാൽ കെട്ടിടം നശിക്കാതെ സംരക്ഷിക്കാനാകും. ന്യൂസ് 18 പുനലൂർ. കാസർഗോഡ് നീലേശ്വരത്ത് പെട്രോൾ പമ്പിൽ നിന്ന് 1.5 ലക്ഷം രൂപ കവർച്ച ചെയ്തു. രാജാ റോഡിലെ വിഷ്ണു ഏജൻസീസ് പെട്രോൾ പമ്പിൽ കുടകൊണ്ട് മുഖം മറച്ചെത്തിയ മോഷ്ടാവാണ് പണം മോഷ്ടിച്ചത്. മേശവലിപ്പിൽ നിന്ന് പണം കവർന്നത് സമീപത്തെ കടകളിലെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. മോഷ്ടിച്ചത് കുപ്രസിദ്ധ മോഷ്ടാവ് കുരുവി സജു എന്ന സജീവനാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സജീവനായി അന്വേഷണം ശക്തമാണ്. ആലപ്പുഴ കായംകുളം കരിയിലക്കുളങ്കരയിൽ വയോധികയെ തെരുവുനായ ആക്രമിച്ചു. മലമേൽ ഭാഗം ദേവകി അമ്മയ്ക്കാണ് പരിക്കേറ്റത്. റോഡിൽ കൂടി നടന്നു പോകുമ്പോൾ നായ ആക്രമിക്കുകയായിരുന്നു. കൈക്കും കാലിനുമാണ് പരിക്കേറ്റത്. ദേവകി അമ്മയെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അതിക്രൂരമായി തന്നെ ആ വയോധിക ആക്രമിക്കപ്പെട്ടു. നമുക്ക് കാണുമ്പോൾ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ദൃശ്യങ്ങളായിരുന്നു അത്. പാലക്കാട് പട്ടാമ്പിയിൽ കാറിൽ കയറി കൂടിയ പാമ്പിനെ പിടികൂടി. മലപ്പുറം ക്രൈംബ്രാഞ്ച് CI പത്മരാജന്റെ കാറിന്റെ മുന്നിലെ ഗ്ലാസിന്റെ മുകളിലാണ് ആദ്യം പാമ്പിനെ കണ്ടത്. തുടർന്ന് പാമ്പിനെ കാണാതായി. ഫോറസ്റ്റ് വാച്ചർ സുധീഷ് കൂറ്റനാട് എത്തി കാറിന്റെ ബോണറ്റിൽ നിന്ന് പാമ്പിനെ കണ്ടെടുത്തു. കാർ വർക്ക്ഷോപ്പിൽ എത്തിച്ച് ബോണറ്റും ബമ്പറും അഴിച്ചു മാറ്റിയാണ് പാമ്പിനെ പുറത്തെടുത്തത്. കർഷകരെ ദുരിതത്തിലാക്കി ഇടുക്കി ജില്ലയിൽ ഏലത്തിന് തട്ടമറിച്ചിലും അഴുകലും വ്യാപകം. ഇതോടെ ഉൽപാദനം ഗണ്യമായി കുറഞ്ഞു. പ്രതികൂല കാലാവസ്ഥയിൽ കഴിഞ്ഞ 1 മാസം കൊണ്ട് വ്യാപകമായി ശരവും ചിമ്പുകളും അഴുകി നശിച്ചു. രാജകുമാരി, രാജക്കാട്, ശാന്തൻപാറ, പാമ്പാടുംപാറ, ഉടുമ്പൻചോല, വണ്ടൻമേട്, കുമിളി തുടങ്ങിയ പഞ്ചായത്തുകളിലാണ് അഴുകൽ വ്യാപകമായിരിക്കുന്നത്. ചെറുകിട വൻകിട തോട്ടങ്ങളിലും 15 മുതൽ 30% വരെ ഉൽപാദനം വ്യാപകമായി കുറയുമെന്നാണ് കാർഷിക വിദഗ്ധരുടെ വിലയിരുത്തൽ. കഴിഞ്ഞ വർഷം മഴക്കുറവ് കൊണ്ട് ചെടികൾ ഉണങ്ങി ഉൽപാദനം കുറഞ്ഞെങ്കിൽ ഈ വർഷം തുടർച്ചയായി പെയ്ത കനത്ത മഴയെ തുടർന്ന് ചെടികൾ ചീഞ്ഞ് നശിച്ചു. മെയ് പകുതി മുതൽ ജൂൺ 30 വരെ ജില്ലയിൽ ഇടതടവില്ലാതെ പെയ്ത മഴ ഏലം കർഷകന്റെ പ്രതീക്ഷകളെയാണ് തകിടം മറിച്ചത്.
അഴുകൽ രോഗം ബാധിച്ചിരിക്കുന്നത്. അത് ചെറുകിട തോട്ടമല്ല, വെൺകിട തോട്ടം, എല്ലാ തോട്ടങ്ങൾക്കും ഈ പാട്ടത്തിലെടുത്തിരിക്കുന്നത് വളരെ ദുരിതത്തിലാണ്. ഈ അഴുകൽ വരുമ്പോൾ ബാക്കി നമുക്ക് കൺട്രോൾ ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഈ ബോഡോമസ് തുരിശിൻ്റെയൊക്കെ വിലയൊക്കെ അനുസരിച്ച് കർഷകർക്ക് യാതൊരു രീതിയിലും അത് താങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. കാരണം ഇത് അടിക്കുക എന്ന് പറഞ്ഞാൽ 40-45 ദിവസത്തേക്ക് മാത്രമാണ് നമുക്കതിൻ്റെ ഒരു കൺട്രോൾ കിട്ടുന്നത്. പക്ഷേ മറുപടിയും ഇതുപോലത്തെ കാലാവസ്ഥ ഭയങ്കരമായിട്ട് പ്രതികൂലമായിട്ട് ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പെട്ടെന്നുള്ള വെയിൽ, അതിനുശേഷം ഭയങ്കരമായിട്ടുള്ള മഴ വരുന്നു. കർഷകർക്ക് ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഏലം കൃഷിയെ മുന്നോട്ട് നടത്തിക്കൊണ്ടുപോകാൻ വളരെ പ്രയാസമുള്ളൊരു കാര്യമായിരിക്കും. രോഗപ്രതിരോധത്തിനായി ബോഡോ മിശ്രിതം തയ്യാറാക്കുന്നതിനും വൻ തുക ചെലവഴിക്കണം. 2000 ലിറ്റർ മിശ്രിതം തയ്യാറാക്കാൻ 1000 മുതൽ 3000 രൂപ വരെ ചിലവാകും. 40 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇതേ പ്രതിരോധ മാർഗം തയ്യാറാക്കി ഏലത്തിന് തളിക്കണം. എന്നാൽ സാധാരണ കർഷകനെ സംബന്ധിച്ച് സാമ്പത്തിക പ്രതിസന്ധി വർദ്ധിക്കുകയാണ്. തുടർച്ചയായിട്ട് മഴ പെയ്ത് ഏലം തട്ടമറിച്ചിൽ, അഴുകൽ എല്ലാം കർഷകരെ ബാധിച്ച് ഒരു 30% ഏലക്കായുടെ കുറവ് വന്നിട്ടുണ്ട് ഈ പ്രാവശ്യം. ഇനി ഇങ്ങനെ തുടർച്ചയായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇത് മൊത്തം അഴുകി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. മെച്ചപ്പെട്ട വില നിലവിൽ ലഭിക്കുന്നുണ്ടെങ്കിലും കർക്കിടക മഴയിൽ കൃഷിനാശം ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. ജൂണിലെ കനത്ത മഴയിലും കാറ്റിലും ഹെക്ടർ കണക്കിന് ഏലം കൃഷി ഒടിഞ്ഞു നശിച്ച് വൻതോതിൽ വിളവും നഷ്ടപ്പെട്ടിരുന്നു. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട് വാടാനംകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിട നിർമ്മാണം പുരോഗമിക്കുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ 2 കോടി രൂപ ചെലവഴിച്ചാണ് 8000-ഓളം ചതുരശ്ര അടി വിസ്തീർണത്തിലുള്ള കെട്ടിടം നിർമ്മിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ 2 കോടി രൂപ ചെലവഴിച്ചാണ് പാലക്കാട് വാടാനംകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. സ്കൂളിന്റെ തുടക്കത്തിലുണ്ടായിരുന്ന പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടം ശോചനീയാവസ്ഥയിലായതോടെ പൊളിച്ചു നീക്കി പുതിയ കെട്ടിടം നിർമ്മിക്കാൻ പദ്ധതി ആവിഷ്കരിക്കുകയായിരുന്നു. കെട്ടിട നിർമ്മാണം വേഗത്തിൽ പുരോഗമിക്കുന്നുണ്ട്. 2ാം നിലയുടെ കോൺക്രീറ്റ് പ്രവൃത്തികൾ നടക്കുന്നു. ജോലികൾ വിലയിരുത്താൻ മുഹമ്മദ് മുഹസിൻ MLAയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സന്ദർശനം നടത്തി. ഇവിടെ ഈ കെട്ടിടം നമുക്ക് നിർമ്മാണം ആരംഭിക്കാൻ തീരുമാനിക്കുകയും പഴയ കെട്ടിടം പൊളിച്ചു കളയുകയും ചെയ്തു. 2 കോടി രൂപ അനുവദിച്ചുകൊണ്ടാണ് ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. ജനുവരിയിൽ ഇത് തുറന്നു കൊടുക്കണമെന്നാണ് കരുതുന്നത്. ഇതിന്റെ തൊട്ടപ്പുറത്തുള്ള ആ മനോഹരമായിട്ടുള്ള ഒരു 3 കോടി രൂപയുടെ കെട്ടിടം നേരത്തെ നമ്മൾ ചെയ്തതാണ്. 2 നിലകളിലായി നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ 9 ക്ലാസ് മുറികളും വിപുലമായ സ്റ്റാഫ് റൂമും ശുചിമുറിയുമുണ്ട്. 8000 ചതുരശ്ര അടിയിലാണ് കെട്ടിട നിർമ്മാണം. പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതോടെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കൂടുതൽ സൗകര്യമാകും. ന്യൂസ് 18 പാലക്കാട്. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന കുളപ്പുള്ളി ഷൊർണൂർ പാത തകർന്നതിൽ പ്രതിഷേധിച്ച് റോഡിൽ തെങ്ങിൻ തൈ നട്ട് പ്രതിഷേധം. കോൺഗ്രസ് നേതാക്കളാണ് പ്രതിഷേധം നടത്തിയത്. പ്രതിഷേധം കാണാം. ബ്ലോക്ക് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് റോഡിലെ കുഴികളിൽ തെങ്ങിൻ തൈകൾ നട്ടുകൊണ്ട് പ്രതിഷേധിച്ചത്. DCC പ്രസിഡന്റ് A തങ്കപ്പൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ഈ ടെൻഡർ കൊടുത്തവനല്ല കിട്ടുക, അവരറിയാതെ തന്നെ വേറെ ആളുകൾ വെച്ച് നോക്കി എടുത്ത് കൊടുത്ത ടെൻഡറുകാരുകൾ ആ കോൺട്രാക്ടർക്ക് കിട്ടുന്ന ലാഭത്തിന്റെ ഇരട്ടിയാണ് ഈ കൊടുക്കുന്ന മന്ത്രിക്കും അവരുടെ പരിവാരങ്ങൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കോടി രൂപ മുടക്കിയ റോഡുണ്ടെങ്കിൽ യഥാർത്ഥ കോൺട്രാക്ടുകാരൻ ഇവർക്ക് എല്ലാവർക്കും കൊടുത്തു കഴിയുമ്പോൾ ആ പണി നടത്താനുള്ള പൈസ അവന്റെ കയ്യിൽ ഉണ്ടാവില്ല. അവൻ ഇള്ളു തട്ടിപ്പൂട്ടി അവന്റെ പൈസ കൂട്ടി ചെയ്യും. 5 വർഷത്തിലെ ഗ്യാരണ്ടി വർക്ക് നടത്തിയിട്ടുള്ള എല്ലാ വർക്കുകളും 1 വർഷത്തോടെ തകർത്തരിപ്പണമാവാണ്. റോഡ് ഉപരോധത്തിനിടെ കടന്നുവന്ന പാലക്കാട് SI മഹേഷിന്റെ ജീപ്പ് പ്രവർത്തകർ തടഞ്ഞു. 5 മിനിറ്റ് റോഡ് ഉപരോധ സമരം കഴിഞ്ഞ് പോലീസ് ജീപ്പ് കടന്നുപോയാൽ മതി എന്നായിരുന്നു പ്രവർത്തകരുടെ നിലപാട്. ഇതിനിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. ഏറെക്കാലമായി ഇവിടെ പാത തകർന്നു കിടക്കുകയാണ്. പ്രതിഷേധങ്ങളെ തുടർന്ന് മാസങ്ങൾക്ക് മുമ്പ് അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു. പക്ഷേ മഴയിൽ അത് തകർന്നു. ഇതോടെ യാത്ര വീണ്ടും ദുരിതമായി. ആഴ്ചകൾക്ക് മുമ്പ് പാതയിൽ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിലും പ്രതിഷേധം നടന്നിരുന്നു. ന്യൂസ് 18 ഷൊർണൂർ. ഇനി നമ്മളൊരു ഇടവേള എടുക്കുകയാണ്. ഇടവേളയ്ക്ക് പോകുമ്പോൾ പ്രേക്ഷകർക്ക് നല്ല വാക്ക് കാണാം. നല്ല വാക്കിന് ശേഷം ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി വേഗം മടങ്ങി വരാം.